നൃത്തയാത്രക്കിടയിൽ കലയുടെ അതിൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വന്നത് എനിക്ക് അപ്പൻഡിസൈറ്റ്സിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ ചേച്ചി, ആ ടൈമിലായിരുന്നു. ആ ടൈമിൽ അത് ആദ്യം ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പെയിൻ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വെളുപ്പിന് ഭയങ്കരമായിട്ട് പെയിൻ വന്ന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ചൂടുവെള്ളമൊക്കെ പിടിച്ചിട്ട് ഒരു വിധത്തിലും അത് ഓക്കെ ആവാണ്ട് വെളുപ്പിന് ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറേ നേരം 2-3 ട്രിപ്പ് ഇറക്കി ഇഞ്ചക്ഷൻ ഇട്ട്, എന്നിട്ടും എനിക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പം നഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യേണ്ട മക്കളെ, സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇനി എങ്ങനെ എപ്പോഴും ഇങ്ങനെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക, ഇനിയും മരുന്ന് എടുക്കാനൊക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ്, മോളെ മക്കൾക്ക് വിഷമം തോന്നരുത്, ഇത് ഇന്ന് തന്നെ കീറണം എന്ന്. എന്ത് കീറാന്? അവരുടെ മോക്ക് അപ്പൻഡിസൈറ്റ്സ് ആണ്, ഇങ്ങനെ ഓപ്പറേഷൻ ഇന്ന് തന്നെ ചെയ്തേ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേച്ചി ഇങ്ങനെ മാറി വിളിച്ച് എനിക്കാണ്, ഞാനിങ്ങനെ ഇരിക്കും, ചേച്ചി ചേച്ചി ചേച്ചി. അങ്ങനെ നൈറ്റ് 7 മണിക്കായിരുന്നു എനിക്ക് ഓപ്പറേഷൻ. അപ്പോൾ അത് പെട്ടെന്നാണ് വന്നേ, ഒട്ടും എക്സ്പെക്ട് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേദന വന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് ഓപ്പറേഷൻ്റേതായിട്ട് പ്രോഗ്രാം മുടങ്ങിയിട്ടില്ല. കാര്യം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. ഈ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം വന്നത്. അപ്പോൾ ആ 3 മാസം പിന്നെ എനിക്ക് ആ വർഷം ചേച്ചി ഒരുപാട് ഡാൻസ് ഒന്നും തന്നിരുന്നില്ല. ആകെ നമുക്ക് 8-9 ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ 5 ഡാൻസ് എനിക്കുണ്ടായിരുന്നുള്ളൂ. 8-9 എന്നിട്ടാണ് ഒരുപാട്. അതിലും ഒരെണ്ണം ഇച്ചിരി ആ ഡാൻസിൽ ഞാൻ ഉണ്ടായിരുന്നു. വരിക, തൊഴുക, തലയിടുക, പോവുക, വരിക, അടുത്ത ചട്ടി കൊണ്ടുവരിക, പോവുക. അതില് ഞാനിങ്ങനെ ചേച്ചി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ വന്നിങ്ങനെ നിൽക്കുമായിരുന്നു. ചേച്ചിയുടെ പിറകില് ചേച്ചിയുടെ കസേരയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ചേച്ചി ഇങ്ങനെ അന്ന് വിഷ്ണുവിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ചേച്ചി പഠിപ്പിക്കുന്നതാണ്. ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് ചേച്ചി ഫസ്റ്റ് ടൈം ഇങ്ങനെ കാളി ചെയ്തത് ഞാനായിരുന്നു. അത് ചേച്ചി അങ്ങോട്ട് തുടങ്ങി 2ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കാല് കയറി ഇടിച്ച് കാലിൽ ചെറിയൊരു എയർലൈൻ ഫ്രാക്ചർ വന്നു. സബാഷ്, സന്തോഷമായി. അങ്ങനെ അത് വെച്ച് ചേച്ചി പറഞ്ഞു, മോളെ റിസ്ക് എടുക്കണ്ട, എങ്കിലും ഒന്ന് മോക്ക് ഓക്കെ ആയിട്ടുള്ളത് ചെയ്യും, ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ ചെയ്ത് അവസാനം ഡോക്ടറിനോട് ചോദിച്ച് പ്രോഗ്രാം കയറട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളുടെ റിസ്കിൽ മോള് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കയറി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും എൻ്റെ കാര്യം ഓക്കെയാണ്.